എന്താ അത് ചായ വെച്ച ആലോചനയാ? ഞാൻ നിങ്ങളിന്ന് കാണുന്നത് വിചാരിച്ചേനി. നിങ്ങൾ വിവരം അറിഞ്ഞോ? അവരറിഞ്ഞു, വന്ന വഴിക്ക് എല്ലാരും പറഞ്ഞു. ഏതായാലും ഭാഗ്യമുണ്ട് സുമാരേട്ടാ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അതൊക്കെ സംസാരിക്കാണ്ട് നമുക്ക് കേട്ടോ. ശിവദാസ, നിനക്ക് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് സെക്രട്ടേറിയറ്റ് കിട്ടി, വളരെ നന്നായി. 2 കൊല്ലം അവിടെ വർക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ മേടിക്കുക. ഇവിടെ താമരശ്ശേരിയോ കൊയിലാണ്ടിയോ മലപ്പുറമോ ഒക്കെ മേടിക്കാം, അല്ലെ വടകരയോ ഒക്കെ പോയി വരാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അമ്മ ഇവിടെ ഒറ്റപ്പെട്ടു പോവില്ലേ സുമാരേട്ടാ? അതാ. പിന്നെ അമ്മേന്റെ കാര്യം, ആ നങ്ങേലിയും എവിടെയും പൊരുത്തപ്പെട്ടിടും. ഈ വിചാരിക്കുന്ന പോലെയല്ല, നങ്ങേലിയും ആളും ഉഷാറാ. ലെപ്പൻസ് വിടാൻ പറ്റാത്ത രൂപത്തേക്ക് എവിടെയും പൊരുത്തപ്പെട്ടു പോകും. വായിലാ ഉണ്ടെന്നേ ഉള്ളൂ, പാവാണ്. നിങ്ങൾ പറയുന്ന പോലെയല്ല. ഭാര്യയും അമ്മയും തമ്മിൽ ഒക്കൂല സുമാരേട്ടാ. അത് കാണാണ്ട് പറഞ്ഞ കാണുമ്പോ എന്താ തേനൂറുമ്പോ. അതൊക്കെ ശരി തന്നെയാണ്. നീ നോക്ക അല്ലേ? എല്ലാ വീട്ടിലുള്ള സംഭവം അത് എല്ലാ വീട്ടിലുള്ള സംഭവമാണ്. കാണാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. അമ്മായിക്ക് എങ്ങനെ അറിയും, മരോട് എങ്ങനെ അറിയും, കണ്ടാ തേനൂറുമ്പ. ഏതായാലും തന്നെ 33-ാമത്തെ വയസ്സിൽ ജോലി കിട്ടിയത് ചെലവ് ചെയ്യണം കേട്ടോ. നാളെ പോണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ അനുഗ്രഹമൊക്കെ ഉണ്ടാവണം. പിന്നെ അമ്മ അവിടെ ഒറ്റക്കാണ്, ഇടക്കൊന്ന് വന്ന് നോക്കണം. അവിടെ പോയി കോട്ടേഴ്സ് ഒക്കെ റെഡിയാക്കിയിട്ട് ഞാനും അമ്മയുടെ അങ്ങോട്ട് വരണ്ട്, കാണാലോ. കേറി വന്ന പെണ്ണിന്റെ ഭാഗ്യം ഞാൻ അന്ന് പറഞ്ഞില്ലേ. ദൈവത്തിന്റെ അനുഗ്രഹം. അതാണ് നങ്ങേലിയമ്മേ ഞാൻ പറഞ്ഞത്, കേറി വന്ന കുട്ടീന്റെ ഭാഗ്യ. അല്ലെങ്കിലും പണിക്കര് പറഞ്ഞിരിക്കണ് ഓന് 32 വയസ്സ് കഴിഞ്ഞാൽ നല്ല യോഗ അന്ന്. ഓളെ കൊണ്ടൊന്നല്ല. 30-35 വയസ്സാവാൻ പോവാണ് ശിവദാസന്. ഇനി എഴുതുന്ന പണിയിട്ട് ഇപ്പൊ ഗവൺമെന്റ് പണിയിട്ടില്ലേ, ആ കുട്ടിന്റെ ഭാഗ്യല്ലേ. നിങ്ങളല്ലേ വലിയ കുറ്റം പറഞ്ഞ കുട്ടീനെ. എന്തിത്താ സുമാരാ പറയണത്? ഓൻ ഇനിയിപ്പോ തിരുവനന്തപുരത്തേക്ക് പോയിക്കാണെങ്കിൽ ഇനി ഇങ്ങോട്ട് കിട്ടും ഓനെ? എനിക്ക് തോന്നുന്നുണ്ടോ കിട്ടുമെന്ന്? ഭാഗ്യം വേണം, എല്ലാറ്റിലും ഭാഗ്യം വേണം. ശിവദാസ, ഈ ആടെ പോയിട്ടെ അന്റെ സ്വഭാവം ഒന്നും കാണിക്കരുത് കേട്ടോ. എന്താണ് അമ്മ നിങ്ങൾ പറയണത്? നല്ലോൺ പോലെ നടന്നാൽ എനിക്ക് നന്നും, നല്ല പിന്നെ നമ്മക്കെന്താ? നമുക്ക് നമ്മളെ ജോലി ചെയ്യണം, പോരണോ. ആടെ MLA-യും മേയറും ഒക്കെ തന്നെയും തരം കളിക്കുകയാണ് ആടെ. അതിലൊന്നും പോയിട്ട് വെറുതെ തലയിടരുത്. ഈ പോണതാണേല് KSRTC-യിലും ആന്നും പറഞ്ഞു. എനിക്ക് അതാ പേടി. ഇനി ഒരേട്ടാ KSRTC ഏട്ടൻ തടഞ്ഞു വെച്ചാലോ? ഇന്ത്യക്കാണ് എന്റെ ഈശ്വരാ, എനിക്കറിയില്ല അതൊന്നും.